ബീഹാറിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും വലിയ ആകാംക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ആരുടെ ഭരണം എന്നുള്ളത് എൻ ഡി എ തന്നെയാണ്. പക്ഷേ ആരായിരിക്കും മുൻപനായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടുള്ള ചാൻസ് ലാലു പിന്നെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകേണ്ട എല്ലാ യോഗ്യതയുള്ള ആളാണ്. അദ്ദേഹം വളരെ ജനപ്രിയനാണ്. ഇടയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രി ആണ് എന്നുള്ള രീതിയിൽ ഒരു ട്വീറ്റ് വന്നിട്ട് പെട്ടെന്ന് ആ ട്വീറ്റ് മുക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ പ്രവചനാതീതമായിട്ടാണ് പല സംഭവങ്ങളും പലപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഒരു ഇനി അടുത്ത ഘട്ടം ജയിച്ചു എന്നുള്ളതൊരു ഘട്ടമാണ്. ആ ഇലക്ഷൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി ജനങ്ങൾ പുറത്തായി. ഇനിയിപ്പം രാഷ്ട്രീയ പാർട്ടികൾ MLA-മാരും മാത്രമേ നിയമസഭയ്ക്കകത്തുള്ളൂ. ഇവിടെ വരാൻ പോകുന്ന വലിയ വ്യത്യാസങ്ങൾ ഈ ഓരോരുത്തരുടെയും മസിലിലുണ്ടായ വ്യത്യാസങ്ങളാണ്. BJP-യുടെ മസിൽ വീർത്തു, JDU-ൻ്റെ മസിൽ വീർത്തു, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മസിൽ വീർത്തത് ചിരാഗ് പസ്വാൻ്റെയാണ്. 19 സീറ്റിലോട്ട് അദ്ദേഹം പോയി. ഈ 19 സീറ്റ് കൊണ്ട് എന്തായാലും NDA തള്ളിയിടാൻ അദ്ദേഹത്തിന് എന്തായാലും കഴിവില്ല. പക്ഷേ NDAക്കകത്തുള്ള മൊത്തം സഖ്യകക്ഷികളുടെ 202 വോട്ട് വരുമ്പോഴത്തേക്ക്, 202 സീറ്റുകൾ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ 85 സീറ്റുകൾ ഉള്ള JDU ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ്. JDU-യും BJP-യും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം വെറും 4ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടേമോടെ ഇദ്ദേഹം ഒരുപാട് റെക്കോർഡുകൾ ഭേദിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നു. നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന, പല സ്റ്റേറ്റിലും തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പലരുടെയും റെക്കോർഡുകൾ അദ്ദേഹം ഭേദിക്കുന്നുണ്ട്. അപ്പം വളരെ അടുത്ത 5 വർഷം കൂടെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണെങ്കിൽ വളരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോട്ട് ശ്രീ നിതീഷ് കുമാർ മാറും. ഇവിടെ വിഷയം വരുന്നത് മന്ത്രിസഭ രൂപീകരണത്തിൽ വരുന്ന തർക്കങ്ങളായിരിക്കും നേരത്തെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ കിട്ടിയിരുന്നതിനേക്കാളും കൂടുതൽ, കഴിഞ്ഞ തവണ 45 സീറ്റ് എന്താണ് അവർക്ക് കിട്ടിയിരുന്നത്, അതിനേക്കാളും ഒരുപാട് സീറ്റുകൾ അവർക്ക് കൂടുതൽ കിട്ടുമ്പോഴത്തേക്ക് അവർ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും കൂടുതൽ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളും അവർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സ്പീക്കറുടെ പോസ്റ്റ് BJP മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് അവർക്ക് കൊടുക്കുമ്പം സ്പീക്കറുടെ പോസ്റ്റ് സ്വാഭാവികമായിട്ടും BJP ആവശ്യപ്പെടും. മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള രീതിയിൽ, നിയമസഭയിലെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള രീതിയിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ്, ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്തായാലും BJP-യുടെ ആളായിരിക്കണം. അവിടെ നമ്മൾ നിതീഷ് കുമാറിനെ അവർ അംഗീകരിക്കുമ്പോഴത്തേക്ക് ചില കോംപ്രമൈസുകൾക്കൊക്കെ നേരത്തെ നിതീഷ് കുമാർ തയ്യാറായിരുന്നുണ്ടെങ്കിലും ഇനി അത്രത്തോളം തയ്യാറായിക്കൊള്ളണം എന്നില്ല. കാര്യം ഇനി അടുത്തൊരു പോസിബിൾ ഇലക്ഷൻ നിതീഷ് കുമാറിൻ്റെ മുമ്പിൽ തൽക്കാലമില്ല. ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിലേക്കുള്ള ഒരു സമയമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാന് കിട്ടിയ 19 സീറ്റുകൾ വളരെ നിർണായകമാണ്. പക്ഷേ അങ്ങനെ ചിരാഗ് പസ്വാൻ അങ്ങനെ വിലപേശൽ നടത്തുമെന്ന് തോന്നുന്നില്ല. അല്ല, ചിരാഗ് പസ്വാന്റെ വിലപേശലല്ല. ചിരാഗ് പസ്വാനെയും ബാക്കിയുള്ള പാർട്ടികളുടെയും കണ്ണിൽ കണ്ടുകൊണ്ട് BJP നടത്താൻ പോകുന്ന വിലപേശലിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. BJP ഇതുവരെ കാണിച്ച അത്രയും കാര്യം ഈ ഇലക്ഷനിൽ JDU-വിനുണ്ടായ വളർച്ച BJP-യെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. മനസ്സിലായല്ലോ. ഇത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയുടെ കെട്ടുറപ്പിനെ സംബന്ധിച്ചോളം, ഭരണ സ്ഥിരതയെ സംബന്ധിച്ചോളം ഒക്കെ നല്ല സിഗ്നൽ ആണെങ്കിൽ പോലും, കാര്യം നമുക്കറിയാം 2014 നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചിട്ട് ഇദ്ദേഹം ഇറങ്ങി അപ്പുറത്ത് പോയത്, ലാലുവായിട്ട് ഭരിച്ചതിൻ്റെ ചരിത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മളിതൊന്നും മറക്കാൻ പാടില്ലല്ലോ. ചരിത്രങ്ങൾ ആവർത്തിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചരിത്രം എന്തായാലും നിതീഷ് കുമാറിനുണ്ട്. അത് ആരും മറന്നാലും നരേന്ദ്രമോദി എന്തായാലും മറക്കത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ വിലപേശലുകൾ നടത്തുകയും ആ വിലപേശലുകൾക്ക് BJP വിലപേശൽ നടത്തുമ്പോഴത്തേക്ക് അതിന് നിതീഷ് കുമാർ വഴങ്ങിയില്ലെങ്കിൽ നിതീഷ് കുമാറിന് എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ ആലോചിക്കണം. കാര്യം കേന്ദ്രത്തിൽ ഒരു BJP-ക്ക് സ്വന്തമായിട്ട് ഭരണമില്ലാത്തത് കൊണ്ട് അവർ JDU-ൻ്റെയും പിന്നെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒക്കെ സപ്പോർട്ടോടെയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും മൊത്തത്തിൽ
നിതീഷ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാനുള്ള ഒരു രീതിയിലോട്ട് BJP പോയില്ല എങ്കിൽ അവിടെ ഒരു ഭരണത്തിൻ്റെ ഒരു ഇടർച്ച വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണും. പക്ഷേ ഈ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ BJP അകറ്റി നിർത്തിയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ബീഹാറിലെ രാഷ്ട്രീയം അവർക്ക് പ്രധാനമാണ്. കാര്യം എത്രയോ കാലമായിട്ട് നമ്മുടെ യുവരാജാവായിട്ട് നമ്മുടെ സുനിൽ മോദി വർഷങ്ങളോളം യുവരാജാവായിട്ടിരുന്നു. എന്നും യുവരാജാവായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സ്വാഭാവികമാണല്ലോ. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ബീഹാറിൽ മാത്രം നിതീഷ് കുമാറിനോട് അടിയറവ് പറയേണ്ടി വരുന്ന ഒരു അവസരം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ BJPയുടെ ഉദയം തൊട്ട് BJPയുടെ കൂടെ ഏറ്റവും ഒട്ടി നിന്നതും BJPയെ ഇത്രയും ഇന്ത്യയിൽ വളരാൻ സഹായിച്ച ഒരു പാർട്ടിയും ശിവസേനയാണ്. ആ ശിവസേനയെ പോലും ഒരു തവണ അവർക്ക് ചവിട്ടി മാറ്റി നിർത്തേണ്ട പല പ്രാവശ്യങ്ങളും ശിവസേനയുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ അവസാനിപ്പിക്കുകയും പിന്നീട് വീണ്ടും തുടരുകയും അവസാനം ശിവസേനയെ തന്നെ പുലർത്തി അധികാരം എടുത്ത ഒരു ചരിത്രവും കൂടെ BJPക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശിവസേന ശിവസേനയുടെ ഷിൻഡെ വിഭാഗം BJPയുടെ കൂടെ ചേർന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീ ബാലാസാഹബ് താക്കറയുടെ ഓർമ്മയുടെ മുകളിൽ കൂടെ ആണല്ലോ. അതെ. അപ്പം അതിന് BJP മടിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട. അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് എന്തായാലും നമ്മൾ കൊടുക്കണ്ട. കാര്യം ഇവിടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു അസ്തമിച്ച അധ്യായമാണ്. ദേശീയ രാഷ്ട്രീയത്തിലായാലും ഇന്ത്യ മുന്നണിയിലായാലും ബീഹാറിൽ പ്രത്യേകമായിട്ടായാലും 5 സീറ്റോ 6 സീറ്റോ വാങ്ങിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ അവിടെ പ്രസക്തിയുള്ള 2 ശക്തികൾ ലാലു യാദവിൻ്റെ പാർട്ടിയും BJPയും സമതാ പാർട്ടിയോ ഇദ്ദേഹമാണ് നമ്മുടെ നിതീഷ് കുമാറിൻ്റെ JDU ആണ്. നിതീഷ് കുമാർ പഴയ സമതാ പാർട്ടിക്കാരനാണല്ലോ, അദ്ദേഹം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസഭാ രൂപീകരണം വരുന്നതിന് മുമ്പേ പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ കർശനമായിട്ട് നിലപാടെടുക്കുകയാണെങ്കിൽ പിന്നെ ദേശീയ മുന്നണി രക്ഷിച്ചെടുക്കാനുള്ള ചാണക്യന്മാരെല്ലാം അവരിലുണ്ട് എന്തെങ്കിലും ഒരു വിഷയം വരെയാണെങ്കിൽ. കാര്യം ഈ JDUവിൽ നിന്ന പല നേതാക്കന്മാരും ഇപ്പോൾ JDUവിലില്ല, പലരും BJPയുടെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ അടർത്തിയെടുക്കാനും രാജ്യത്തെ ഭരണം നിലനിർത്താൻ BJPക്ക് സാധിക്കുമെങ്കിൽ, JDU ഇല്ലാതെ സാധിക്കുമെങ്കിൽ JDUവുമായിട്ട് നല്ല രീതിയിലൊരു വിലപേശൽ, JDUവിനെ വിട്ടുപോകുമെന്നോ JDUവിനെ ഒഴിവാക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ JDUവുമായിട്ട് ശക്തമായ വിലപേശലിന് ഒരു സാഹചര്യം BJPക്ക് നിലവിലുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ആ ഒരു വിലപേശലിലേക്ക് പോകുമോ അവരെ? ഞാൻ പറഞ്ഞില്ലേ, പോയതാണ് അവരുടെ ചരിത്രം. പോയ ചരിത്രമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു അല്ല, കാര്യം ഈ കഴിഞ്ഞ ബജറ്റ് നോക്കുകയാണെങ്കിൽ ബജറ്റ് മുഴുവൻ JDUവിൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച ഒരു ബജറ്റാണ്. അപ്പോൾ അവർക്ക് വിജയം ആവശ്യമായിരുന്നു. JDUവിനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല ബീഹാറി ജനതയുടെ സപ്പോർട്ട് BJPക്ക് ആവശ്യമായിരുന്നു. അത് കിട്ടി എന്ന് മനസ്സിലായി. ഇനി BJP നല്ല ഹ്യൂമറിൽ അദ്ദേഹത്തെ നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആകെ ഇനി പോകാനുള്ളത് ലാലു പ്രസാദ് യാദവുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പകുതി പോലും അംഗബലമില്ലാത്ത ലാലു പ്രസാദ് യാദവുമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ BJPയുടെ ഘടകകക്ഷിയായിട്ട് NDAയുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന BDJS ആണ്. ഈ BDJSന് സ്വന്തമായിട്ട് നിന്ന് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു സീറ്റ് പിടിക്കാൻ സാധിക്കില്ല എന്ന് BDJSനും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. എന്നിട്ടും അവർ ചില കോംപ്രമൈസിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അതേപോലെ ഈ JDU എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്ക് ബീഹാറിൽ നിന്ന് മത്സരിച്ച് എന്തെങ്കിലും ആവാൻ പറ്റുമെന്ന് നിതീഷ് കുമാറിന് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ആവണമെങ്കിൽ വീണ്ടും ലാലു പ്രസാദ് യാദവിൻ്റെ അടുത്ത് പോയാലേ പറ്റത്തുള്ളൂ. BJP അവരുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ വീണ്ടും ലാലു പ്രസാദ് യാദവിൻ്റെ അടുത്ത് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പോസിബിലിറ്റി വരുന്നില്ല. അതിനേക്കാളും നല്ല അദ്ദേഹം മരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ വേറെ എന്താണ് ഓപ്ഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മന്ത്രിസഭാ രൂപീകരണമായിട്ട് BJPക്ക് ശക്തമായിട്ടുള്ള വിലപേശൽ വേണ്ടി വരും. നിതീഷ് ചില കാര്യങ്ങൾക്കൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വരും. നിതീഷ് മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ശക്തനാകാനുള്ള സാധ്യതയല്ല നമ്മളിവിടെ കാണുന്നത്. കുറച്ചുകൂടെ വീക്കായിട്ടുള്ള ഒരു നിതീഷ് കുമാറിനെയാണ് BJP ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നടപ്പിലാക്കാൻ പോകുന്നത്.